എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വണ്ടിയുടെ ചെയിൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. കൂടുതലായിട്ട് ഓടുന്ന വാഹനങ്ങളാണെങ്കിൽ നിർബന്ധമായിട്ടും മാസത്തിലൊരിക്കലെങ്കിലും നമ്മൾ ചെയ്യേണ്ട ഒരു മെയിൻ്റനൻസ് ആണ് ചെയിൻ അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പം അതിനായിട്ട് ആദ്യം നമ്മുടെ വീൽ നട്ട് 24 mm വീൽ നട്ട് ഇതുപോലെ ലൂസ് ചെയ്തെടുക്കുക. അപ്പോൾ ലൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിലവിലെ നമ്മുടെ ചെയിൻ അഡ്ജസ്റ്റർ, അതായത് ഏത് നമ്പറിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, നിലവിൽ നമ്മുടെ ചെയിൻ അഡ്ജസ്റ്റർ ഏത് നമ്പറിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് വ്യക്തമായിട്ട് ചെക്ക് ചെയ്യാം. കാരണം ആ നമ്പറിൽ നിന്നും 1-2 പോയിൻ്റ് കയറ്റി വെച്ചിട്ടാണ് നമ്മൾ ചെയിൻ ടൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും നമ്പറുകൾ നമ്മൾ ആദ്യം തന്നെ വ്യക്തമായിട്ട് ചെക്ക് ചെയ്യും യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട്. അതിനുശേഷം 30 mm ഈ ഹാഫ് ആക്സിൽ നട്ട് ഇതുപോലെ ലൂസ് ചെയ്യാം. നമ്മൾ വീൽ നട്ട് ലൂസ് ചെയ്തതിന് ശേഷം 30 mm ഹാഫ് ആക്സിൽ നട്ട് ഇതുപോലെ ലൂസ് ചെയ്യാം. ഇതിന് ലൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആ ചെയിൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഏത് നമ്പറിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് ഒന്ന് ശ്രദ്ധിക്കുക. മിസ്റ്റേക്ക് വരാതിരിക്കാൻ അത് പ്രത്യേകം നോട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ 19 mm ബോക്സ് സ്പാനർ വെച്ച്, അല്ലെങ്കിൽ ഒരു ഡബിൾ ഹാൻഡിലോ റിംഗ് ഹാൻഡിലോ ഏതെങ്കിലും വെച്ച് നമ്മൾ 19 mm ഈ സ്പോക്കറ്റ് ബോൾട്ട് ലൂസ് ചെയ്യാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒരു നട്ടുകളും ഊരിയെടുക്കേണ്ടതായിട്ടില്ല. എല്ലാ നട്ടുകളും നമ്മൾ ലൂസ് ചെയ്താൽ മാത്രം മതി. അത് പ്രത്യേകം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നീട് ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് ഇതുപോലെ നമ്മുടെ ഷോക്ക് ആബ്സറിൻ്റെയും ആക്സിലിൻ്റെയും ഇടയിൽ വെച്ച് നമ്മുടെ വീല് പുറകോട്ട് ഇതുപോലെ തള്ളുക. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് തള്ളുമ്പോൾ തന്നെ ഈ ചെയിൻ അഡ്ജസ്റ്റ്മെൻ്റ് നമ്മുടെ സിങ്ങാമിൽ നിന്നും ലൂസായിട്ട് വരുന്നു. അപ്പം ഇതുപോലെ നമ്മൾ പുറകോട്ട് തള്ളി നമ്മുടെ ചെയിൻ അഡ്ജസ്റ്റ്മെൻറ്റ്, ഈ കാണുന്ന ചെയിൻ അഡ്ജസ്റ്റ്മെൻറ്റ് നിലവിലെ നമ്പറിൽ നിന്ന് 1-2 അല്ലെങ്കിൽ 3 പോയിൻറ്റുകൾ ഉയർത്തി വെക്കുക. ഇത് ഉയർത്തുന്ന സമയത്താണ് നമ്മളെ ചെയിൻ ടൈറ്റായി വരുന്നത്. അപ്പം കൂടുതൽ ടൈറ്റായി എന്ന് സംശയം ഉണ്ടെങ്കിൽ നമ്മളെ വിരൽ കൊണ്ട് ഇതുപോലെ ചെയിൻ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതായത് നമുക്ക് ഏകദേശം അറിയാൻ വേണ്ടി പറ്റും കൂടുതൽ ടൈറ്റായിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പോയിൻ്റ് പുറകിലേക്ക് കുറച്ച്, അല്ലെങ്കിൽ 2 പോയിൻ്റ് പുറകിലേക്ക് കുറച്ച് അത് അക്യുറേറ്റ് ആണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ഇതുപോലെ അതിനുശേഷം നമ്മൾ ഈ ഹാഫ് ആക്സിൽ നട്ട് 30 mm ഹാഫ് ആക്സിൽ നട്ട് ഇതുപോലെ ടൈറ്റ് ചെയ്ത് ശേഷം 19 mm ഈ നമ്മുടെ സ്പോക്കറ്റ് ബോൾട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം റൈറ്റ് സൈഡിൽ നമ്മൾ വർക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ ആദ്യം ഒരു 24 mm ആ നട്ട് ഇതുപോലെ നമ്മൾ റൈറ്റ് സൈഡിൽ ഏത് നമ്പറിലാണോ അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചിട്ടുള്ളത് അതേ നമ്പറിൽ തന്നെ സെറ്റ് ചെയ്യാം. അപ്പോൾ അതോടുകൂടെ നമ്മുടെ ഈ ചെയിൻ അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞു. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ 3 സ്പാനറുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലത്തെ നമ്മുടെ വണ്ടിയുടെ മെയിൻ്റനൻസ് വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അവർക്ക് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പം വീണ്ടും ഒരു അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും